ഡയലോഗ് സെന്റർ കേരളയുടെ നേതൃത്വത്തിൽ മതസൗഹാർദ്ദത്തിന് ഉദാഹരണമായി നിലകൊള്ളുന്ന പ്രദേശമായ മ്ലാമലയിൽ മതസൗഹാർദ്ദ ചർച്ചാ സദസ് സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിർമ്മൽ ഗ്ലാസ് ഹൗസ് നിയർ വാഴയിൽ സ്പൈസസ്, AP ബിൽഡിംഗ്, അശോക ജംഗ്ഷൻ, കട്ടപ്പന. ഡയലോഗ് സെന്റർ കേരളയുടെ നേതൃത്വത്തിലാണ് മതസൗഹാർദ്ദത്തിന് ഉദാഹരണമായി നിലകൊള്ളുന്ന പ്രദേശമായ വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ വെളിച്ചമാണ് തിരുദൂതർ എന്ന ശീർഷകത്തിൽ മതസൗഹാർദ്ദ ചർച്ചാ സദസ് സംഘടിപ്പിച്ചത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മതസൗഹാർദ്ദത്തിലൂടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മ്ലാമല. മ്ലാമല നാലുകണ്ടം SNDP ഹാളിൽ നടന്ന മതസൗഹാർദ്ദ ചർച്ചാ സംഗമത്തിൽ മ്ലാമലയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേർ മതസൗഹാർദ്ദ ചർച്ചയിലും തുടർന്ന് നടന്ന സ്നേഹവിരുന്നിലും പങ്കാളികളായി. ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും സാമുദായിക വിഷയങ്ങളിലും മതനിരപേക്ഷത നിലനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് മാതൃകയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മ്ലാമല പ്രദേശം. പ്രാദേശിക വികസനത്തിനുതകുന്ന പ്രദേശത്തേക്കുള്ള റോഡിന്റെ വർഷങ്ങളായുള്ള തകർച്ചയിൽ രാഷ്ട്രീയ മതപക്ഷപാതങ്ങൾക്ക് പര്യായമായി സമരരംഗത്തിറങ്ങിയ പാരമ്പര്യവും മ്ലാമല നിവാസികൾക്കുണ്ട്. ഇതിന് ഉദാഹരണമായ സമരത്തിന് കേരളം സാക്ഷ്യം വഹിച്ചതുമാണ്. എന്നാൽ പ്രദേശവാസികളുടെ ഈ സംയോജിത പ്രതിഷേധങ്ങൾക്ക് അധികൃതർ ഇന്നും പൂർണ്ണമായും പരിഹാരം നൽകിയിട്ടുമില്ല. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ പ്രദേശത്തിന്റെ മതനിരപേക്ഷത ഊട്ടി ഉറപ്പിക്കുന്നതിനും ഒത്തൊരുമിച്ചുള്ള മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾ ഒരിക്കൽ കൂടി ശക്തി പ്രാപിക്കുന്നതിനുമായാണ് പ്രദേശവാസികളെയും മറ്റ് സമീപവാസികളെയും ഉൾപ്പെടുത്തി ഡയലോഗ് സെന്റർ കേരളയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ മ്ലാമല നാലുകണ്ടത്ത് വെളിച്ചമാണ് തിരുദൂതർ എന്ന പേരിൽ മതസൗഹാർദ്ദ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചത്. മ്ലാമല നാലുകണ്ടം SNDP ഹാളിൽ നടന്ന മതസൗഹാർദ്ദ ചർച്ചാ സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് മ്ലാമല മൊയ്ഹുദ്ദീൻ ജമാഅത്ത് പ്രസിഡന്റ് കബീർ താന്നിമുട്ടിൽ സ്വാഗതം ആശംസിച്ചു. ഡയലോഗ് സെന്റർ കേരള മേഖലാ പ്രസിഡന്റ് അബൂബക്കർ ഫാറൂഖി അധ്യക്ഷ പ്രസംഗം നടത്തി. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ച് ഏറെ കൗതുകത്തോടും ആശങ്കകളോടും കൂടി നിരവധി കമന്റുകൾ വന്നിരുന്നു. ലോകരാഷ്ട്രങ്ങളുടെ ഭരണകർത്താക്കളും അതേപോലെ തന്നെ ഒരുപാട് സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിജ്ഞരായ ആളുകളൊക്കെ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജ്യം നിലനിൽക്കാൻ സാധ്യമല്ല. ഈ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത 100 ഭാഷകളാണ് സംസാരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ആളുകൾ അവരുടെ വസ്ത്രവിധാനങ്ങളിൽ, വേഷവിധാനങ്ങളിൽ വളരെയേറെ വൈവിധ്യം പുലർത്തുന്നു. അവരുടെയൊക്കെ ഭക്ഷണ രീതികളിൽ പോലും നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വൈജാത്യങ്ങളുണ്ട്. ഇങ്ങനെ ഈ വൈരുദ്ധ്യങ്ങളും ഒക്കെ ഇത്രമാത്രം പുലർത്തുന്ന ഒരു ജനത എങ്ങനെ ഒന്നിച്ചു നിൽക്കാനാണ്? ഇതിപ്പോൾ തകരും, താഴെ വീഴുന്നു, നമുക്ക് കാണാം, ആസ്വദിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ നേരെ കൗതുകക്കണ്ണോടെ നോക്കിയിരുന്ന ആളുകൾ ഒരു നൂറ്റാണ്ടെടുക്കാറായിട്ടും ഇന്ത്യ രാജ്യത്തെ കുറിച്ച് വിസ്മയത്തോടുകൂടി പറയുന്നു, മഹാത്ഭുതം തന്നെയാണ്. ഗവേഷകനും ഗ്രന്ഥകർത്താവും വാഗ്മിയുമായ ഡോക്ടർ സക്കീർ ഹുസൈൻ മതസൗഹാർദ്ദ ചർച്ചയിൽ വിഷയാവതരണം നടത്തി. എന്തൊരു കാരണത്താലാണ് നീ കൊല്ലപ്പെട്ടത് മകളെ എന്ന ചോദ്യം ഇന്നും ഗർഭസ്ഥ ശിശുക്കളെ അതിന്റെ ഗർഭഛിദ്രതയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കാതുകളിൽ മുഴങ്ങുകയായിരുന്നുവെങ്കിൽ ഇനിയും പെൺമക്കൾ കൊല്ലപ്പെടുന്നത് തടയുവാൻ നമുക്ക് കഴിഞ്ഞേനെ. പക്ഷെ നമുക്ക് ചില ഇടങ്ങളിൽ ഇതിനെ കുരുക്കിയിടുവാൻ ആഗ്രഹമാണ്. അത് ചിലയിടത്ത് മാത്രമല്ല, ഇത് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് എല്ലാ മനുഷ്യരും അറിയേണ്ട സന്ദേശം കൂടിയാണത്. അങ്ങനെ കൊല്ലപ്പെടേണ്ടവരല്ല പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി ഒരു ദിവസം UN ആഘോഷിക്കുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെൺകുഞ്ഞിന്റെ അവകാശത്തിന് വേണ്ടിയിട്ട് പ്രവാചകൻ സംസാരിച്ചു. ദരിദ്രന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവാചകൻ സംസാരിച്ചു. ഇന്ന് ഈ പറയുന്ന ദേശത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ പേർ പലിശയുടെ കടക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്രവാചകൻ കൊണ്ടുവന്ന വേദഗ്രന്ഥം നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് കച്ചവടം അനുവദനീയമാക്കുകയും പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, പലിശ കൊണ്ട് നശിച്ചു പോയ എത്രയോ കുടുംബങ്ങളാണുള്ളത്. പലിശ കൊണ്ട് ആത്മഹത്യ ചെയ്ത എത്രയോ ഗൃഹനാഥന്മാരാണുള്ളത്. പലിശ കൊണ്ട് മുടിഞ്ഞു പോയ എത്രയോ യുവത്വങ്ങളാണുള്ളത്. എത്രയോ ആളുകൾ പലിശയുടെ ഈ
ഈ കടക്കണിയിൽ അകപ്പെട്ടുകൊണ്ട് കരകയറുവാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിച്ച എത്രയോ പേരുണ്ട്. തുടർന്ന് വണ്ടിപ്പെരിയാർ മ്ലാമല പ്രദേശത്തേക്കുള്ള ശാന്തിപ്പാലം, നൂറടിപ്പാലം എന്നീ പാലങ്ങളുടെ പുനർനിർമ്മാണത്തിന് ഹൈക്കോടതി ജഡ്ജിമാർക്ക് കത്തയച്ച് സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ച വിദ്യാർത്ഥികളായ അനുമോൾ PA, ജോമിയോ തോമസ്, ഡിയോൺ തോമസ്, അഹ്സ്ന മെഹറിൻ, PA വാണിദാസ്, ഇത്തവണത്തെ +2 പരീക്ഷയിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ അനുലക്ഷ്മി പ്രസന്നൻ എന്നിവരെ മുതിർന്ന പൗരന്മാരായ സുകുമാരൻ, മൂസ മേക്കൽ, ശബരിമല തുടങ്ങിയവരെ കൊണ്ട് ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി. SNDP തേങ്ങാക്കൽ ശാഖാ പ്രസിഡന്റ് KK ചന്ദ്രൻകുട്ടി, മ്ലാമല ജമാഅത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമീർ, SNDP പീരുമേട് താലൂക്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ സലികുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ചവറപ്പുഴ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മ്ലാമല യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി വൈക്കത്ത്, കേരള വിശ്വകർമ്മ മ്ലാമല യൂണിറ്റ് സെക്രട്ടറി A രാജു, അംഗൻവാടി ടീച്ചർ രേഖ രാജു, പീരുമേട് MLA പ്രൈവറ്റ് സെക്രട്ടറി M ഗണേശൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഡയലോഗ് സെന്റർ കേരള ഹൈറേഞ്ച് ഇൻചാർജ് നവാസ് അസ്സരി സമാപന പ്രഭാഷണം നടത്തി. H അബ്ദുൾ ഹക്കീം നന്ദി അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നോടുകൂടിയാണ് മതസൗഹാർദ്ദ സംഗമത്തിന് സമാപനമായത്. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇനി പ്രാർത്ഥനാ റൂമുകളും ചുമരുകളും വർണ്ണാഭമാക്കാം. 37 വർഷത്തെ സേവന പാരമ്പര്യവുമായി നിർമ്മൽ ഗ്ലാസ് ഹൗസ്. തേക്ക്, ഫൈബർ, അലൂമിനിയം എന്നിവയിൽ തീർത്ത ഫ്രെയിമുകൾ, ഒപ്പം ഫോട്ടോകൾ, കണ്ണാടികൾ, പ്രകാശിത രൂപങ്ങൾ, സ്റ്റാച്ചു, രൂപക്കൂടുകൾ, വാൾ സ്റ്റാൻഡുകൾ, ക്രിസ്മസ് സെറ്റുകൾ എന്നിവ ഗുണമേന്മയിലും വിലക്കുറവിലും തിരഞ്ഞെടുക്കാം. നിങ്ങൾക്കാവശ്യമായ അളവുകളിൽ എല്ലാത്തരം രൂപങ്ങളും ഉയർന്ന ഗുണമേന്മയിൽ ഫ്രെയിം ചെയ്തു നൽകുന്നു. 2 വർഷം ഗ്യാരണ്ടിയോടെ പ്രകാശിത രൂപങ്ങൾ, സ്വന്തം പണിശാലയിൽ തീർത്ത ഫോട്ടോ ഫ്രെയിമുകൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. നിർമ്മൽ ഗ്ലാസ് ഹൗസ്, നിയർ വാഴയിൽ സ്പൈസസ്, KP ബിൽഡിംഗ്, അശോക ജംഗ്ഷൻ, കട്ടപ്പന.